ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. സർവ്വ ജീവജാലങ്ങളുടെയും ആനന്ദമായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാനായി ഒരിക്കൽ ബ്രഹ്മദേവൻ മഹാദേവൻ പരിവാരങ്ങളോടൊപ്പം തന്നെ ദ്വാരകയിൽ വന്നെത്തി. അവർ സ്വർഗത്തിലെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചു. എന്നിട്ട് ആ ഭഗവാന്റെ ആ സൗന്ദര്യത്തെ നോക്കി നോക്കി നിന്നു. എത്ര നോക്കിയിട്ടും മതി വന്നതേയില്ല. അപ്പോൾ ആ സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലാണ് ആ സ്തുതി വരുന്നത്. അവർ ഭഗവാനോട് പറയുന്നു, അല്ലയോ ഭഗവാനെ, അങ്ങ് ആടിയ ലീലകളൊക്കെ തന്നെ കലിയുഗത്തിലെ ഭാഗ്യവാന്മാരായ മനുഷ്യർ കേൾക്കുകയും പ്രകീർത്തിക്കുകയും അതുവഴി അവരുടെ മനസ്സ് ശുദ്ധമാകുകയും ചെയ്യും. അവർ ആ അജ്ഞാന അന്ധകാരത്തെ വളരെ വേഗത്തിൽ തന്നെ മറികടക്കുമെന്ന് ദേവന്മാർ പറയുന്നുണ്ട്. നോക്കൂ, ഞാൻ പറയാറില്ലേ, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ ഇതിലും വലിയൊരു എളുപ്പമാർഗം വേറെയില്ല തന്നെ. ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കുക, ആ ഭഗവാന്റെ ആ തിരുനാമം എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ആ ഭഗവാന്റെ നാമം ജപിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അത് അല്ലെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാവും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.